ഏതൊരു സംരംഭത്തിൻ്റെ ലക്ഷ്യവും ഒന്ന് തന്നെ, ഉത്തമമായ ഉൽപ്പന്നമുണ്ടാക്കുക. ആ ഉൽപ്പന്നം ലോകത്തിന് മുഴുവനും വിൽക്കത്തക്ക രീതിയിൽ അത്ര ഉത്തമമാക്കുക എന്ന് വെച്ചാൽ, കുടുംബം എന്ന സംരംഭം ഏത് ഉൽപ്പന്നമാണ് ഉണ്ടാക്കുന്നത്? കുട്ടികൾ എന്ന ഉൽപ്പന്നങ്ങളെ സൃഷ്ടിക്കുമ്പോൾ എന്താണ് വേണ്ടത്? ബക്കർ അതിനെപ്പറ്റി വളരെ ശക്തമായി, താത്വികമായി, റാഷണലായിട്ട് പറയുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നെടുത്ത കാര്യങ്ങളുടെ ബേസിസിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, കുടുംബം ഒരു ലോങ് ടേം കോൺട്രാക്റ്റാണ്. സ്ത്രീയും പുരുഷനും ചേർന്നുണ്ടാക്കുന്ന സംരംഭമാണ്. അതൊരു ലോങ് ടേം കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ആ കോൺട്രാക്റ്റിൽ സംഭവിക്കുന്നത് ഉത്തമമായ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ ചിൽഡ്രൻ. ആ കുട്ടികളെ എങ്ങനെ ഉത്തമ ഉൽപ്പന്നങ്ങളാക്കും? അവരുടെ പേഴ്സണാലിറ്റിയുടെ ഓപ്റ്റിമം ഡെവലപ്മെൻറ്റ്, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഓപ്റ്റിമം ഡെവലപ്മെൻറ്റ്, ആര് കണ്ടാലും അംഗീകരിക്കത്തക്ക വ്യക്തിത്വങ്ങളാക്കി ആ കുട്ടികളെ വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയെടുക്കേണ്ട ഒരു സംരംഭത്തിലേക്കാണ് ഈ കോൺട്രാക്റ്റ്, വിവാഹം എന്ന കോൺട്രാക്റ്റ്, ഈ എൻ്റർപ്രൈസ് തുടങ്ങുന്നത്. എന്നിട്ട് ബക്കർ പറയുന്നു, അവിടെ പുരുഷൻ്റെ ജോലി എന്ത്, സ്ത്രീയുടെ ജോലി എന്ത്? അദ്ദേഹം പറയുന്നു, മാൻ completes his role by providing his sperm with egg and thus fertilization. ഫെർട്ടിലൈസേഷനോടുകൂടി പുരുഷൻ്റെ റോൾ പൂർത്തിയാകുന്നു. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത്? ഒരു കുഞ്ഞിന് രൂപം കൂടുന്ന എവിടെയാണ്? അമ്മയുടെ ഉദരത്തിൽ. അത് കഴിഞ്ഞാൽ അപ്പോൾ റോളിൻ്റെ തുടക്കത്തിൽ അച്ഛനുണ്ട്. ആ സ്പേം എഗ്ഗുമായിട്ടുള്ള ആ സമഞ്ജസ സമ്മേളനത്തിന് അച്ഛനുണ്ട്. അതോടെ അച്ഛൻ്റെ അപ്പോഴത്തെ റോൾ തീരുന്നു. പിന്നെ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി, എംബ്രിയോ ആയി വരുന്നു. ആ എംബ്രിയോ അവിടെ വെച്ച് 10 മാസത്തേക്ക് വളരുന്നു. പ്രസവിച്ചിട്ടുള്ള ഓരോ സ്ത്രീക്കും അറിയാം, ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന അനിവാര്യമായ മാറ്റങ്ങൾ, വളരെ അനിവാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങളൊക്കെ തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നു എന്ന സന്തോഷത്തോടുകൂടി അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് മാറ്റങ്ങൾ, നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളാകാം അധികവും. ആ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു. അവിടെ തീരുന്നില്ല. 10 മാസം അവനവൻ്റെ ഉദരത്തിൽ തന്നെ ആ കുഞ്ഞിനെ ഹൗസ് ചെയ്ത് അതിനെ പാർപ്പിച്ച് 10ാം മാസം ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. പ്രസവിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ 5 വർഷം വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ. ആ രാത്രി മുഴുവനും തോളത്തിട്ട് തട്ടി. ഇപ്പം ഇന്നലെ ഞാൻ പ്ലെയിനിൽ വരുമ്പോൾ ഒരു കുട്ടി ഭയങ്കര കരച്ചിൽ കേട്ടോ. കൊച്ചുകുട്ടി, ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള അമ്മ എന്ത് വിചാരിച്ചിട്ട് ഒരു കുട്ടിക്ക് ചിലപ്പോൾ മുലപ്പാൽ വേണ്ടിയിട്ടായിരുന്നിരിക്കും. അപ്പോൾ പ്ലെയിനിൽ വെച്ച് അത് കൊടുക്കാൻ പറ്റാത്തത് കാരണം കൊണ്ട് അമ്മ ഒത്തിരി ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അച്ഛൻ ആ കുട്ടിയെ എടുത്ത് തോളത്തിട്ട് ഇങ്ങനെ തട്ടി പ്ലെയിനിനകത്തോടെ നടക്കുന്നു. ആ കുട്ടിയുടെ കരച്ചിൽ നിന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അമ്മമാർക്ക് ഒപ്പം അച്ഛന്മാർക്കും റോളുണ്ട്. പല അച്ഛന്മാരും അത് വിസ്മരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സംഗതി ഇതാണ് ബക്കർ പറയുന്നത്. 5 വയസ്സ് വരെ ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു മാരത്തോൺ റൺ ജയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 5 വയസ്സ് ഒരു സ്ത്രീ, ഒരമ്മ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, കന്യകാമറിയം തൻ്റെ പുത്രൻ്റെ കൂടെ യാതനകൾ അനുഭവിച്ചു പോയതിൻ്റെ ഒരു ചെറിയ മിനി രൂപമാണ്. അപ്പോൾ ഈ 5 വയസ്സിൽ നാം നല്ലവണ്ണം നമ്മുടെ കുട്ടിയെ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വളർച്ച വളരെ നന്നായിരിക്കും. പിന്നെയും നമ്മൾ മാതാപിതാക്കൾ ഗൈഡൻസ് കൊടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കരുത്, അപ്പം അപ്പന് ഈ സ്പേം കൊടുക്കൽ മാത്രമേ ജോലിയുള്ളൂ. അല്ല, ബക്കർ അങ്ങനെ പറയുന്നില്ല. ബക്കർ പറയുന്നു, അമ്മ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ആണ് സാധാരണ രീതിയിൽ ജോലി കിട്ടി പ്രസവിച്ചു കഴിഞ്ഞാലും 3 മാസം കഴിയുമ്പോൾ പിന്നെ ഓഫീസിൽ ചെന്ന് ഓഫീസിലെ ജോലി, കുട്ടിയുടെ ശുശ്രൂഷ, വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു പെണ്ണ് ചെയ്യേണ്ടി വരുന്നത്. വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ മിക്കവാറും അവർക്ക് പ്രസവം കഴിഞ്ഞാൽ 4-5 വർഷത്തേക്ക് ലീവ് എടുത്ത് ഒക്കെ ഇരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവർ ജോലി തൽക്കാലം റിസൈൻ ചെയ്യും. എന്നിട്ട് 4-5 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും ജോലിയിലേക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ബക്കർ എന്താ പറയുന്നത്? ബക്കർ പറയുന്നത്, ഇങ്ങനെ കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ അമ്മ
ഏറ്റവും കൂടുതൽ ഇൻവോൾവ്ഡ് ആകുന്ന കാരണം. നിങ്ങൾക്കറിയാം, ഇവിടെ ഡോക്ടേഴ്സ് കാണും ഒരുപാട്. ആ ഡോക്ടേഴ്സിനും അല്ലാത്തവർക്കും എല്ലാവർക്കും അറിയാം പ്രീ നെയ്റ്റൽ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ കെയർ. അതായത് പ്രീ നെയ്റ്റൽ കെയർ എന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിലെ കുട്ടിയുടെ കെയർ, പോസ്റ്റ് നെയ്റ്റൽ കെയർ എന്ന് വെച്ചാൽ പ്രസവിച്ചതിന് ശേഷമുള്ള കെയർ. അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ കെയർ കിട്ടണം. നമ്മുടെ ഇന്ത്യയുടെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ, അതായത് 2030 ആകുമ്പോഴേക്കും ലോകം മുഴുവനും നേടേണ്ട ഒരു ലക്ഷ്യമുണ്ട്. ആർക്കെങ്കിലും ഉറക്കം വരുന്നെങ്കിൽ അവരോട് ഞാൻ ക്രൂരയായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്താണ്? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ 2030 ആകുമ്പോഴത്തേക്കും ലോകത്ത് നിന്ന് മാൽ ന്യൂട്രീഷൻ തുടച്ചു നീക്കുക, പോഷക ദാരിദ്ര്യം തുടച്ചു നീക്കുക. അപ്പം നമ്മൾ ഇന്ത്യയിലേക്കൊന്ന് നോക്കണം. ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തെ എന്താ പറയുക, മാൽ ന്യൂട്രീഷനുള്ള പോഷക ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 38% ഇന്ത്യയിലാണ്. 38% ഇന്ത്യയിലാണ്. കേരളത്തിലും അത് 19% ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പോഷക ദാരിദ്ര്യമൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ദിസ് പ്രീ നെയ്റ്റൽ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ കെയർ. പ്രീ നെയ്റ്റൽ കെയർ, മരുമകൾ എന്തെങ്കിലും കഴിച്ച് പോട്ടെ, മരുമകളുടെ ഉദരത്തിലുള്ളതേ, മരുമകളില്ല കേട്ടോ, എൻ്റെ മനസ്സിൽ മരുമകളില്ല. മരുമകളുടെ ഉദരത്തിലുള്ളത് എൻ്റെ മകൻ്റെ കുഞ്ഞാണെന്നുള്ള ഓർമ്മ വേണം പ്രിയപ്പെട്ട സഹോദരിമാരെ. അപ്പം മരുമകളായിട്ടില്ല, മകളായിട്ട് കാണുക. ആ മരുമകളുടെ ഉദരത്തിലുള്ള കുഞ്ഞ് എൻ്റെ മകൻ്റെ കുഞ്ഞായിട്ട് കാണുക. അതിന് പോഷകാഹാരം കൊടുക്കുക എന്ന് വെച്ചാൽ ഗർഭാവസ്ഥ തൊട്ട് പ്രസവം കഴിഞ്ഞാലും 5 വയസ്സ് വരെയുള്ള കാലത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യസ്ഥിതി നന്നായിരിക്കണം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുടുംബത്തിൻ്റെ ആ ബക്കർ പറഞ്ഞ ആ കൊച്ചു സംരംഭത്തിൽ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞ് അത് സർവത്ര സമ്പുഷ്ടമായിരിക്കണം. ഉത്തമ പൗരത്വത്തിൻ്റെ ശ്രേയസ്സോടുകൂടി അവൻ വളരണം, അവൾ വളരണം എന്ന് വിചാരിച്ച് ആ പ്രീ നെയ്റ്റൽ പോസ്റ്റ് നെയ്റ്റൽ എന്ന് പറഞ്ഞ് പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ മിണ്ടാതെ ഇരുന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞ് സാധനങ്ങൾ കഴിച്ചിരിക്കണം. നല്ല കേട്ടോ. ഇവിടെ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നന്നായി അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോഴാണ് നല്ല ആയാസം കിട്ടുക. ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടത്ര വളർച്ചയുടെ എല്ലാ സാധ്യതകളും ഉണ്ടാവുക. അപ്പം നമ്മൾ മടിച്ചുകളായിരിക്കുകയല്ല വേണ്ടത് പ്രീ നെയ്റ്റൽ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ. അപ്പോൾ ബക്കർ പറഞ്ഞ ഏറ്റവും ഉത്തമയായ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തണമെന്നുണ്ടെങ്കിൽ അമ്മ നല്ല യാതനകൾ സഹിക്കണം. ആ യാതനകൾ സഹിക്കുമ്പോൾ അമ്മയോട് കൂടെയുള്ള അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റാൾക്കാരുമെല്ലാം അവളെ അതുപോലെ തന്നെ കരുതണം. അവൾ തിരിച്ചും. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ മരുമക്കൾ ഉണ്ടാകാൻ പാടില്ല, മക്കളെ ഉണ്ടാകാൻ പാടുള്ളൂ. മക്കൾ മാത്രമാണ്. നിങ്ങൾ TV സീരിയൽ കാണുന്നവരാണെങ്കിൽ അറിയാം, അയ്യോ അന്തം വിട്ടുപോകും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള കലഹം കേട്ടാൽ. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ ലോകത്ത്? എനിക്ക് 2 ആൺമക്കളാണ്, 2 പെൺമക്കളെ അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുക. ഞാൻ അവരെ മരുമക്കളായിട്ട് കണ്ടിട്ടേയില്ല. ഒരിക്കലെങ്കിലും നീ എന്ന് ഞാൻ അവരെ വിളിച്ചിട്ടില്ല. മകളെ എന്നല്ലാതെ, മോളെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കുക, എങ്ങനെയാണ് ഈ അമ്മമാർക്ക് ഇങ്ങനെ? അതൊക്കെ ഇവരുടെ സൃഷ്ടിയാണ്, ഭാവന സൃഷ്ടിയായിരിക്കും ഈ അമ്മായിയമ്മ പോരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അമ്മായിയമ്മ പോരെ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും അമ്മായിയമ്മ ആയിട്ടുമില്ല. എൻ്റെ മരുമക്കളുടെ അമ്മയായിട്ടേ ഉള്ളൂ, മരുമക്കൾ എനിക്കും മക്കളായിട്ടേ ഉള്ളൂ. അങ്ങനെ തന്നെ എല്ലാ സഹോദരിമാരും അത് ഹൃദയത്തിൽ കൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ അനുവർത്തിച്ച് കാണിക്കണം. എങ്കിൽ മാത്രമേ അക്രമവാസനയിൽ അമ്മയോട് കാണിക്കുന്ന അക്രമവാസന കുട്ടികൾ കാണുമ്പോൾ ആ മുത്തശ്ശനും പിന്നെ എങ്ങനെയാണ് കുട്ടികൾ സ്നേഹിക്കുക വളർന്നു വരുമ്പോൾ? അവരും അത് തന്നെ. നിങ്ങൾ ഓർമ്മയുണ്ടോ, ഒരു കഥയുണ്ടല്ലോ, മുത്തശ്ശന് ആഹാരം കൊടുക്കാനായിട്ട് പട്ടിക്ക് ആഹാരം കൊടുക്കുന്ന പാത്രത്തിൽ ആഹാരം എടുത്തു വെച്ചു മകൻ. അപ്പോൾ കൊച്ചുമകൻ പറഞ്ഞു, ഇത് ആർക്കാണച്ചാ ഈ പാത്രത്തിൽ ആഹാരം എടുത്തു? അത് മുത്തച്ഛനാണ്. ശരി, അപ്പം ഈ പാത്രം മാറ്റി വെക്കണം കേട്ടോ, അച്ഛനും വളരെ വയസ്സാകുമ്പോൾ ആഹാരം തരാനെന്ന് കുട്ടി പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ലേ ആ കഥ? എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അതായത് നമ്മുടെ അച്ഛനോടും അമ്മയോടും നാം ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ കുട്ടികൾ നമ്മളോടും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കൊടുക്കാതിരിക്കുക, കൊല്ലത്തും കിട്ടാതിരിക്കുക, അതാണ് വേണ്ടത്.